ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പി മലബാറിക്കസ്. ഇന്ന് ഞാൻ വന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി കാണും. അതിൻ്റെ അകത്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം, ഒരു 2 അല്ലി വെളുത്തുള്ളി കൂടെ വേണം. ഒന്ന് നമുക്ക് തരിതരിപ്പായിട്ട് ഇത് അരച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരണം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 10 കാഷ്യൂനട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരണം. അപ്പം ഞാനിപ്പോൾ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇനി ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെ ബാറ്റർ തയ്യാറാക്കാനാണിത്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കാഷ്യൂനട്ടെല്ലാം നന്നായിട്ടൊന്ന് തരിതരിപ്പായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മീഡിയം സവാള ചേർത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് വേണം, അതൊന്ന് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗ്രേറ്റർ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 4 ടേബിൾ സ്പൂണോളം തൈരാണ്. യോഗട്ട് നമ്മൾ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ പിടി മല്ലിയില കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം മല്ലിയിലക്ക് പകരം കറിവേപ്പില ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ പച്ചക്കറികളും ജസ്റ്റ് ഉള്ളി അതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ചേർക്കാനുള്ളത് 1 കപ്പ് നൈസായിട്ടുള്ള പത്തിരിപ്പൊടിയാണ്. അത് നൈസായിട്ടുള്ളത് തന്നെ വേണം. തരിതരിപ്പായിട്ടുള്ള പുട്ടുപൊടി ചേർക്കാൻ പാടില്ല. അപ്പം നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഈ ഒരു മാവ് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പം നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ജസ്റ്റ് കൈമേൽ പിടിക്കുന്ന സമയത്ത് ബോൾസ് ആയിട്ട് തന്നെ വരണം. ഒരുപാട് ലൂസായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് കുഴക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ പിടിച്ചാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടണം. അപ്പം ഞാൻ കുറച്ച് ഓയിലിപ്പം ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെച്ചാൽ നമ്മൾ ഈ ഒരു സ്നാക്കിൻ്റെ ഉള്ളിൽ ഒരിക്കലും വേവില്ല. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഒരു ഭാഗം നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റ് എടുക്കും. അപ്പം നമ്മൾ സ്നാക്കിപ്പം ഒരു ഭാഗം നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഏകദേശം ഒന്ന് ഗോൾഡൻ കളറാകുന്ന വരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഒരു ഭാഗം നന്നായിട്ട് ഇത് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗവും നന്നായിട്ട് ഗോൾഡൻ കളറാകുന്ന വരെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പം നമ്മളെ സ്നാക്ക് ഇവിടെ നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിൻ്റെ അകത്തൊന്ന് കോരി മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായും അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.